പറയുന്ന യജമാനന്റെ അസ്തിത്വത്തെ, ഈ പറയുന്ന യജമാനന്റെ നട്ടലിനെയാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം യജമാനനാണല്ലോ പോലീസിനെ ഭരിക്കുന്നത്. പോലീസിനെ ഭരിക്കുന്നത് പേര് കൊണ്ട് യജമാനാണെങ്കിലും RSSകാരാണ് പോലീസിനെ ഭരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ യജമാനൻ MR അജിത് കുമാറിനെ എങ്ങോട്ട് പറഞ്ഞു വിട്ടത്? RSS നേതാക്കളെ കാണാനും കൂടിക്കാഴ്ച നടത്താനും പറഞ്ഞു വിട്ടത്. അപ്പോ ഈ ചോദ്യങ്ങളെല്ലാം യജമാനന് നേരെ വരുമെന്ന് കാണുമ്പോൾ അടിമകൾ ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏത് തരത്തിൽ പേ പിടിച്ച പട്ടികൾ കുരക്കുന്ന പോലെ ഒരു അന്തവുമില്ലാതെ അന്നംഗമ്മികൾ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുരക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കാരണം യജമാനൻ ഭൂലോക തോൽവിയാണ്. തോൽവി എന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും യജമാനൻ പെട്ടിരിക്കുകയാണ്. 2023 യജമാനന്റെ മകനെതിരെ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലേക്ക് ED സമൻസ് അയച്ചിട്ട് പോലും ആ സമൻസും പുറത്തു വന്നില്ല. യജമാനന്റെ മകനും EDയുടെ മുന്നിൽ വന്നില്ല. അവിടെ അന്തർധാരകൾ നല്ല സജീവമായിരുന്നു. ഇന്നിപ്പോ ശിവൻകുട്ടി പറയുന്നുണ്ട് ഇതൊക്കെ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന്. എന്തേ ഈ 2023 സമൻസ് വന്നിട്ട് ഇപ്പോഴാണോ രാഷ്ട്രീയ വേട്ടയാണെന്ന് ശിവൻകുട്ടിക്ക് മനസ്സിലായത്? അപ്പോ ഇത്രയും കാലം ഇതൊക്കെ മറച്ചു പിടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന് ഇതേ ദിവസം ഈ യജമാനന്റെ മകനോട് ഹാജരാകാൻ പറഞ്ഞ അതേ ദിവസമാണ് യജമാനന്റെ വലം കൈയായിരുന്ന ശിവശങ്കരനെ ഇതേപോലെ വിളിച്ചു വരുത്തിയിട്ട് ED അറസ്റ്റ് ചെയ്തത്. അപ്പൊ അന്ന് യജമാനന്റെ മകൻ പോയിരുന്നെങ്കിൽ മകനും വന്ന അഴി എണ്ണിയേനെ.